ഹായ് എല്ലാവർക്കും റിഷ്ഫിൽ ഓക്സിൻ്റെ പുതിയ സ്വാഗതം. 2025 മോഡൽ കിയ സൈറോസിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റാണ്. ഈ വേരിയൻ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്, എത്രയാണ് അതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കിയ സൈറോസിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയറിലേക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൈറോസിൽ നിങ്ങൾക്ക് ബോക്സി ആയിട്ടുള്ള കാറിൻ്റെ ഡിസൈൻ എന്ന് പറയും ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈനാണ്. ഇതുപോലത്തെ വാഹനത്തിൽ കാണാത്ത ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഹൈബിം ലോബിം അങ്ങനത്തെ കൊടുത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫുൾ ഹാലജനാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ഫംഗ്ഷനല്ല. നമുക്ക് ടോപ്പ് എൻഡിൽ നമുക്ക് LED DRLs കാണാം. ഫ്രണ്ടിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സിൽവർ കളർ സ്കിപ്പ് ലൈറ്റ് പോലത്തെ നോക്കിയാൽ ഭാഗം കൊടുത്തിരിക്കുന്നു. 190 mm ആണ് സീറോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് അലോയ്സ് വരുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ ഡീസലാണ്. പെട്രോളിലേക്ക് വരുമ്പോൾ 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. 215/70/16 ആണ് ടയർ സൈസ്. മിറേഴ്സിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഉള്ള വശങ്ങളിൽ ലുക്ക്. വശങ്ങളിൽ ചുറ്റും പോകുമ്പോൾ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. നമ്മൾ ഫ്ലഷ് ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് കാണാം. സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ബെഡ് സൺറൂഫ് കാണാം. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് നമുക്ക് വൈപ്പറോ ഡിഫോഗറോ വരുന്നില്ല എന്നുള്ളതാണ്. ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പ്ലെയിൻ ഗ്ലാസ് ആണ്. വൈപ്പറോ വാഷറോ ഡിഫോഗറോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മുടെ സൈറസിന് വേണ്ട ബാഡ്ജിങ് മാത്രമേ ഉള്ളൂ. വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി ടെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ടാണ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് താഴെട്ടാണുള്ളത്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷട്ടിൽ വലിയ ബൂട്ടുകളാണ്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ബേസ് വെന്റിൽ വന്ന് 195/6/15 ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാനായിട്ട് പറ്റും. സോഫ്റ്റ് ടച്ചിനുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. 4 പൗണ്ടർ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ 4 ഡേ ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓർഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഓറഞ്ച് കളറിലാണ് സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മാനുവൽ വേണ്ടാണ്ട് 3 പെഡലോ കാണാം. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അകത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് വാഹനത്തിൽ കാണാത്ത ഡിസൈനാണ് കിയ സൈറോസിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഡീക്കട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. കീയുടെ ബാഡ്ജിങ് വശത്തായിട്ട് കൊടുത്തിരുന്നു. നമുക്ക് ഇടവശത്തായിട്ടാണ് നമുക്ക് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും പല വശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇടവശത്ത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും പല വശത്ത് ഹെഡ്ലൈറ്റിംഗ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ്. സ്പീഡോമീറ്ററും മാപ്പിമീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടക്കുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിൻ്റെ അത്യാവശ്യം എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ആവറേജ് ഫീൽഡ് ഡിസ്റ്റൻസ് ടു MT TPMS പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയയുടെ എല്ലാ വാഹനങ്ങളിലും കാണാൻ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്ലേ വയർലെസ് ആയിട്ട് 12 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടെ ക്യാമറയും പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. താഴത്ത് പോയാൽ നമുക്ക് AC വെൻസ് കാണാൻ. ടോപ്പിൽ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ AC തന്നെ വരുന്നില്ല. ഇവിടേക്ക് വന്നു നമുക്ക് ടൈപ്പ് C ആയിട്ട് യൂസ് ചെയ്യാം. USB ആയിട്ടുള്ള കണക്ട് ചെയ്യാം. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. 12 വോൾട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയറിൽ ഒരു സെൻറ്റർ ആംസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റോഡ് സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഡ്രൈവർ സൈഡിൽ സംവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IR VMs മാനുവൽ ഡിമ്മിങ്ങൾ IR VMs ആണ്. സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സംവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്.
ഈ വെന്റിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് സിംഗിൾ പെയിൻ സൺറൂഫ് കാണാം. അത് കൺട്രോൾ ചെയ്യാൻ വൺ ടച്ച് തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ ഇൻറ്റീരിയർ ലുക്ക്. നമുക്ക് 3 ക്യാമറയുടെ വ്യൂ ബട്ടണും ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങൾ നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം പാടാതെ നോക്കാൻ പറ്റുന്ന ഡോറുകളാണ്. ഡോർ പാടെല്ലാം ഡ്യുവൽ കളറിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ചുന്നല ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ബ്ലൂ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ്. ബാക്കിലേക്ക് നമുക്ക് AC വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ കാണാം. ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാണാം. നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയിരുന്നാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുവാണെങ്കിൽ മാസീവായിട്ടുള്ള ഹെഡ് റൂം ആണ്. എനിക്കൊന്ന് 20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫിൻ്റെ ഓപ്പൺ ഇവിടെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഹെഡ് റൂമിൻ്റെ ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. വായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. നമുക്ക് 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇനി യാത്ര ചെയ്യേണ്ടി പറ്റും. ടോപ്പിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് കാണാം. ഇത് 2 വശത്തും കൊടുത്താണ്ട് ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. സൈറോസിലെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേണ്ടത് ഗ്ലോബൽ ഇൻകാപ്പിലെ 5 സ്റ്റാർ റേറ്റിംഗ് വാങ്ങാനാണ് സൈറോസ്. ബേസ് വേണ്ടത് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡായിട്ട് വേണ്ട ABS CBD ട്രാക്ഷൻ കൊണ്ടുള്ള ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.